മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ ആക്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പൊതുവെ പ്രചരിക്കപ്പെടുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് പലർക്കും വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിപരമായ വൈരാഗ്യമോ പാർട്ടി കൊട്ടേഷൻ കൊടുത്തതോ അല്ല ഈ സംഭവത്തിന് പിന്നിൽ എന്ന് വ്യക്തമായ തെളിവുകൾ ഷാജൻ്റെ സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ വഴി തന്നെ ലീക്കായിട്ടുണ്ട്. ഷാജൻ്റെ സുഹൃത്ത് വാർത്തക്കിടയിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായ വൈരാഗ്യമാണെന്നുള്ളത്. നിരവധി പേരെ പിച്ചു ചീന്തുന്ന വാർത്തകൾ ചമച്ച ഷാജൻ സ്കറിയയെ സ്വന്തം ഇരകൾ വേട്ടയാടാൻ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാമോ? അതാകാനുള്ള സാധ്യത കൂടുതൽ. ആ ദൃശ്യങ്ങൾ കാണാം. മലയാളി വാർത്ത ഇൻസൈഡ് ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തയ്ക്കുള്ളിലെ ആ വാക്കുകൾ ഒന്ന് കേൾക്കുക. ഇനി മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ? ഷാജനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ മാത്യു എന്നൊരു കൊടും ക്രിമിനലുമുണ്ട് എന്ന് ഇതിനിടയിൽ തൊടുപുഴയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മുൻപ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ചില വാർത്തകളൊക്കെ ഷാജൻ ഇയാളുടെ പേരിൽ നൽകിയിട്ടുണ്ട്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാത്യു എന്ന ഈ വ്യക്തി. എം മണിയുടെ ഗുണ്ടകളാണെന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ കൊട്ടേഷനാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യം നമുക്ക് വകതിരിവുള്ള അരിയാഹാരം കഴിക്കുന്ന മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരകളായി എത്രയോ പേര് കേസ് കൊടുത്തത് 120 കേസുകൾ കൊടുത്തത് നിലവിലുണ്ടെന്നറിയണം. ഈ 120 കേസുകളിൽ എല്ലാവരും നീതിപീഠത്തിൽ നിന്നും കാത്തിരിക്കുക മാത്രമല്ല, അവർ പ്രതികാരത്തിന് ശ്രമിച്ചെന്നിരിക്കാം. വെറുതെ ഇരിക്കുന്നുണ്ടോ വിചാരിക്കേണ്ടവർ? നമ്മളൊരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. എങ്കിലും സംഭവം നടന്നാൽ അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അതെല്ലാം ഒരു പാർട്ടിയുടെ തലയെ കെട്ടിവെച്ചാൽ മാത്രം മതിയോ? ആക്രമിക്കപ്പെട്ടത് മറുനാടൻ ഷാജനാണെങ്കിൽ ആക്രമിച്ചത് പാർട്ടിക്കാർ എന്നൊരു പൊതുവേ ചൊല്ലും. മാധ്യമപ്രവർത്തകർക്കൊക്കെ എന്ത് ചൂടാണ്. മാപ്രകളെല്ലാം ഇളകിയില്ലേ? മാപ്ര ലഹള. യാതൊരു കാര്യവും അന്വേഷിക്കാതെ ഷാജൻ ആക്രമിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അനേകം മാപ്രകൾ ചാടി ഇറങ്ങുകയാണ്, കാര്യം അന്വേഷിക്കാതെ. അതുകൊണ്ട് മറുനാടിൻ്റെ ഇരകൾ മറുനാടിനെ വേട്ടയാടാൻ ആരംഭിച്ചു എന്നൊരു സൂചനയായി, അതൊരു തുടക്കമായി മനസ്സിലാക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.